ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നേക്കുന്നത്. അതിനായിട്ട് നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി വേണം, സവാള വേണം കേട്ടോ. സവാള ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് വേണം, പിന്നെ മല്ലിയില വേണം കേട്ടോ. ഇനി നമുക്ക് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. നമുക്ക് ഓരോ മുട്ട പൊട്ടിച്ച് വെക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മല്ലിയില ചേർത്തിട്ടുണ്ട്, അതുപോലെ സവാള ചേർത്തിട്ടുണ്ട് കേട്ടോ. സവാള അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുള്ളി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്താണ് സവാളയാണ് കേട്ടോ. പച്ചക്കറികൾ നമ്മുടെ ഉള്ളിൽ ചെല്ലുമല്ലോ അല്ലേ, കുട്ടികളുടെ ഉള്ളിൽ ചെല്ലുമല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എല്ലാ കുട്ടികളും കഴിക്കില്ല, എല്ലാവർക്കും അത് ഇഷ്ടമാവുകയും ചെയ്യും. ഹെൽത്തി അല്ലേ, മുട്ടയ്ക്ക് ഹെൽത്തി അല്ലേ. അത് നമുക്ക് മുട്ടക്കൂട്ടിൽ നമ്മൾ ബ്രെഡ് ഇട്ട് മുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയത്. നമുക്കത് പതുക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തരണം കേട്ടോ, തീ കുറച്ച് തന്നാൽ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ തന്നെയായിട്ട് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഇതുണ്ട് കേട്ടോ, ക്ഷമിക്കണേ എല്ലാവരും. ഒരിക്കലും നമ്മൾ കൂട്ടിയിടരുത്, കുറച്ചിട്ട് തന്നെ വേവിക്കണം കേട്ടോ. തക്കാളിയും സവാളയൊക്കെ ഒന്ന് വേണമല്ലോ, അതുപോലെ കരിഞ്ഞു പോകും. ബ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകില്ല, അപ്പോൾ ഏറ്റവും കുറച്ചിട്ട് തന്നെ വേവിക്കണം. മുട്ടയുണ്ടല്ലോ പിന്നെ. നമുക്ക് തിരിച്ചിടാം കേട്ടോ, അപ്പോൾ അതൊക്കെ എടുത്ത് തിരിച്ച് തന്നു കേട്ടോ. പൊട്ടിപ്പോകാതെ, ഫില്ലിംഗ് ഒന്നും പോകാതെ അതൊക്കെ തിരിച്ച് തന്നെ. നമുക്കിനി അത് പതുക്കെ നമ്മൾ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പതുക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയല്ലേ, കാണാൻ രസമല്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ കൂട്ടാക്കാത്തതുണ്ടെന്ന് കൂട്ടാവണേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, എന്തെങ്കിലും കമൻറ്റ് ഫീഡ്ബാക്കായിട്ട് നിങ്ങൾ ഇടണം കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.